അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിൽ പ്രദർശനത്തിനെത്തുന്ന ആടുജീവിതം എന്ന സിനിമ മുസ്ലിം സമുദായത്തിന്റെ വ്രതാനുഷ്ഠാനത്തെ എത്രത്തോളം ബാധിക്കും? ആടുജീവിതം ഒരു ഇസ്ലാമോഫോബിയ സിനിമയാണോ? എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആടുജീവിതത്തിന് വിലക്കേർപ്പെടുത്തിയത്? ആറാട്ടുപുഴ എന്ന തീരദേശ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന നജീബ് എന്ന ആടുജീവിതത്തിലെ നായകനെ ചിലരെല്ലാം ചേർന്ന് വിറ്റ് കാശാക്കുകയാണോ? ബുക്കായും സിനിമയായും ഇപ്പോൾ ചാനലുകളിലെ അഭിമുഖമായും ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഇല്ലാക്കഥ കഥയുടെ മസാലയ്ക്ക് വേണ്ടി ചേർത്ത് വെക്കുക വഴി നജീബ് എന്ന മനുഷ്യന്റെ അഭിമാനത്തെ പോലും വിറ്റ് കാശാക്കുകയാണോ? ആടുജീവിതം സിനിമയുടെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും വിമർശിക്കാനെത്തുന്നവരുടെ ഉദ്ദേശമെന്ത്? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അലിഫ് മദീനയിലേക്ക് സ്വാഗതം. ആടുജീവിതം എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ വൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം മതവിശ്വാസികളുടെ പവിത്രമാസമായ വിശുദ്ധ റമദാനിൽ ഈ സിനിമ പ്രദർശനത്തിനായി എത്തുമ്പോൾ പ്രവാസിയായ ഒരു മുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിക രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളുടെയും പീഡനങ്ങളുടെയും കഥ പറയുന്ന ആടുജീവിതം എന്ന സിനിമ ഇത് വെറുമൊരു കഥയല്ല, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ നേർസാക്ഷ്യമാണെന്ന് കൂടി പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾക്ക് ഈ സിനിമ കാണാനുള്ള ആഗ്രഹം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റു മാസങ്ങളിൽ പോലും സ്ഥിരമായി സിനിമ കാണുന്നവർ ഈ പവിത്രമായ മാസത്തിൽ എല്ലാ വിനോദങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി വികാര വിചാരങ്ങളെ മാറ്റി നിർത്തി ഇലാഹി പ്രീതിക്കായി പൂർണ്ണമായി സമർപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. ഇങ്ങനെ പവിത്രമായ ഈ മാസത്തിൽ തന്നെ ഈ സിനിമയെ പ്രദർശനത്തിനായി എത്തിക്കുക വഴി മുസ്ലിം സമുദായത്തെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമളാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടിപ്പോകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് ധാരാളമാണ്. എത്രയാണ് ഈ റമളാനിൽ പോലും വലിയ 2 ബ്രഹ്മാണ്ഡ ചിത്രം റിലീസ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ്. ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ. എന്താ കാര്യം? അവൻ ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിവർത്തുമെന്ന് അവർക്കറിയാം. എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്? റമളാനിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പിശാചിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ആകുന്ന യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി അവർക്ക് തന്നെ മനസ്സിലായി, നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം ഏത് സമയത്ത് ഇത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ ഇങ്ങ് വരും. അതിനകത്തുള്ള നല്ല ശൈത്താന്മാരുണ്ട്, അവരെ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റമളാനിൽ തന്നെ റിലീസ് ചെയ്തു. നല്ല രാവ് നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ, തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ. കാണുക മാത്രമല്ല, അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവനിരുന്നതും അവന്റെ സീറ്റ് നമ്പരും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റസ് വീഡിയോ ഇടുക. പ്രത്യേകിച്ചും അവസാനത്തെ 10 പുണ്യദിനങ്ങളിൽ മുസ്ലിം സമുദായം തിയേറ്ററിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. ഈ സിനിമയിലെ യഥാർത്ഥ നായകനായ നജീബ് പോലും പറയുന്നുണ്ട് ഈ മാസത്തിൽ സിനിമ കാണാൻ പറ്റില്ല എന്ന്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഇത്ര തിരക്ക് പിടിച്ച് ഈ സിനിമ ഈ മാസത്തിൽ തന്നെ പ്രദർശനത്തിനായി എത്തിച്ചത്? 16 വർഷം കാത്തിരിക്കാമെങ്കിൽ ഒരു 20 ദിവസം കൂടി കാത്തിരിക്കാമായിരുന്നില്ലേ എന്ന് വിമർശകർ ചോദിക്കുന്നു. ഈ സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് കാണാൻ അന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ നോയമ്പായതുകൊണ്ട് സിനിമ കാണാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് നോയമ്പ് മുറിച്ചിട്ട് കണ്ടുകൂടി? നോയമ്പ് മുറിച്ചിട്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് വ്രതങ്ങളും മറ്റേ ഇതൊക്കെയാണ്. എന്നാലും ആടുജീവിതം ഒരു ഇസ്ലാമോഫോബിയ സിനിമയാണോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ല എന്നുള്ള മറുപടിയാണ് റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള പണ്ഡിതന്മാർ നൽകുന്നത്. കാരണം ആടുജീവിതത്തിന്റെ എഴുത്തുകാരനായ ബെന്യാമിൻ വർഗീയപരമായി എഴുതുന്ന ഒരു വ്യക്തിയല്ല. മാത്രമല്ല, ആടുജീവിതം എന്ന പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഇത് ഇസ്ലാമിനെതിരായ ഒരു പുസ്തകമാണെന്ന് ആരും അഭിപ്രായപ്പെട്ടിട്ടില്ല. ആടുജീവിതത്തിൽ ഇസ്ലാമിക വിശ്വാസത്തെയോ മതത്തെയോ ഹനിക്കുന്നതായ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇസ്ലാമോഫോബിയ സിനിമയാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ്
എന്നാണ് റഹ്മത്തുള്ള കാസിമി പറയുന്നത്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് വിലക്കേർപ്പെടുത്തിയത്? അത് ഇസ്ലാമോഫോബിയ ആയതുകൊണ്ടല്ല. ഇതിനു മുമ്പും പല സിനിമകളും ഇസ്ലാമിക രാജ്യങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഗദ്ദാമ പോലെയുള്ള സിനിമകൾ അതിന് ഉദാഹരണങ്ങളാണ്. തങ്ങളുടെ രാജ്യത്ത് വരുന്ന വിദേശികളായ ആളുകളോട് ക്രൂരമായ പ്രവർത്തനങ്ങളാണ് സ്വദേശികൾ നടത്തുന്നു എന്നുള്ള കഥാതന്തു ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സിനിമയെ വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ അർബാബുമാരെ എല്ലാരെയും മോശമായി കാണാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്നിരിക്കെ ആടുജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ അറബികളെല്ലാം കാട്ടാളന്മാരാണെന്നും വളരെ ക്രൂരമായി പ്രവർത്തിക്കുന്നവരാണെന്നും ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആടുജീവിതത്തിലെ നായകനായ നജീബ് എന്ന സാധാരണക്കാരനായ മനുഷ്യൻ ക്യാമറയുടെ മുന്നിലോ മൈക്കിന്റെ മുന്നിലോ എന്തു പറയണമെന്നറിയാത്ത ആറാട്ടുപുഴ എന്ന തീരദേശ പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ചിലരെല്ലാം ചേർന്ന് ബുക്കായും സിനിമയായും ചാനലുകളിലെ അഭിമുഖമായും പലരും വിറ്റ് കാശാക്കുകയാണ്. തന്റെ പേരക്കുട്ടി മരിച്ച മാനസികമായ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ക്യാമറയും തൂക്കി ഇന്റർവ്യൂ എടുക്കാൻ ചെന്നവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മാക്സിമം ഈ മനുഷ്യനെ വിറ്റ് കാശാക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും കാണാൻ എന്റെ കുഞ്ഞു മരിച്ചതാണ് ഏറ്റവും വലിയൊരു വിഷമം. കാരണം ഇവിടെ സിനിമയ്ക്ക് വരത്തില്ല, നിങ്ങൾ ആരും പോകുന്നില്ല എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ തന്റെ ജീവിതവും സമയവും ഒക്കെ വിറ്റ് കാശാക്കുന്നവരിൽ നിന്നും നജീബ് എന്ന സാധാരണക്കാരന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? കേരളത്തിലെ ഓരോ മലയാളികൾക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്. ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വ്യാജകഥ മസാലയ്ക്ക് വേണ്ടി ചേർക്കുമ്പോൾ നജീബ് എന്നൊരു സാധാരണ മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. മരുഭൂമിയിൽ അനുഭവിച്ച പീഡനങ്ങളെക്കാൾ കഠിനമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഒരു അവതാരകയുടെ ചോദ്യത്തിന് മുന്നിൽ കണ്ണ് കലങ്ങി കണ്ണ് നിറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന നജീബിനെ നമുക്ക് കാണാം. തലയ്ക്ക് സുഖമില്ലാത്തവർ പോലും ചെയ്യാത്ത പണിയല്ലേ അത് എന്നാണ് നജീബ് ചോദിക്കുന്നത്. ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു. ഞാനിപ്പോ നിങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നോണ്ട് മാത്രമല്ല, കൊച്ചിയിൽ അതുകൊണ്ട് മാത്രമല്ല തലയ്ക്ക് ശരിയില്ലാത്തവരെ എത്തില്ലല്ലോ അങ്ങനെയുള്ള. അത് നോവലിന് വേണ്ടിയാണ് പുള്ളി എഴുതിയത്. ഇതുപോലൊക്കെ അതാണ്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആടിനെ സ്നേഹിച്ച് ഒരുപാട് സ്നേഹിച്ച്. കാരണം പിന്നെ എനിക്ക് അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരാട് പ്രസവിച്ച് ഒരു ആൺകുഞ്ഞുണ്ടായിരുന്നു. ഒരു ആൺകുഞ്ഞ്. അപ്പം എൻ്റെ ഭാര്യയുടെ ഗർഭിണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രസവിച്ചില്ല എന്നുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതിനു വേണ്ടി ആ കുഞ്ഞിനെ ഞാൻ നല്ലപോലെ കാലോടിച്ച് വളർത്തുമായിരുന്നു. ഇതെല്ലാം കഥയ്ക്ക് വേണ്ടി എഴുതിക്കൂട്ടിയതാണ്. ഈ സത്യം എഴുത്തുകാരനായ ബിന്യാമിൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞെങ്കിലും വിശ്വസിക്കാൻ പലർക്കും താല്പര്യമില്ല. നജീബ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സീൻ സിനിമയിൽ നിന്നും ഒഴിവാക്കിയ നിരാശയിലാണ് പലരും. എന്നാൽ ഇങ്ങനെയൊരു സീൻ ഷൂട്ട് ചെയ്തുവെന്നും സെൻസർ ബോർഡ് കണ്ടന്റ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണെന്നും ബിന്യാമിൻ പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് സംവിധായകനായ ബ്ലസീം പറയുന്നു. ഏതായിരുന്നാലും ഒരു മനുഷ്യന്റെ അഭിമാനത്തിനു പോലും വില പറയുകയാണ് ഇവിടെ ചില കച്ചവട താല്പര്യക്കാർ. എന്ന് പറഞ്ഞാൽ ഈ നോവൽ വായിച്ചിട്ട് നജീബിന് അതാണെന്ന് പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കഷ്ടം ആയ ഇടപാടാണ്. കാരണം പലരും വിചാരിക്കുന്നത് ഇത് നജീബ് അനുഭവിച്ചതാണ്, അത് അയാളുമേൽ ഉണ്ടായിരുന്നു. അതായത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സെൻസർ കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ്, ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എ സർട്ടിഫിക്കറ്റ് പോയ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് എടുത്ത് കളഞ്ഞത്. യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ്, പക്ഷേ അത് ആ സിനിമയുടെ ആത്മാവാണ്. പക്ഷെ സെൻസർ ബോർഡിന് അത് അറിയില്ലല്ലോ. പൃഥ്വിരാജ് ഇന്ന ക്യാരക്ടറിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ തയ്യാറാകുമായിരിക്കും. പക്ഷെങ്കിൽ എനിക്ക് കൺവിൻസിങ് ആവണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവതരിപ്പിക്കുന്ന പോർട്രേറ്റ് ചെയ്യുന്ന നജീബിന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിരിക്കണം. ആ പിന്നീടുള്ള എല്ലാ സീൻസുകളും ഇതിൻ്റെ അനുസരിച്ച് ഒരു വ്യത്യസ്തമായ രീതിയിലോ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല, സെൻസർ ബോർഡിൽ സമർപ്പിച്ചിട്ടുമില്ല. സെൻസർ ബോർഡിനോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അവർക്ക് ഞാൻ കൊടുത്ത ഫുട്ടേജിൻ്റെ അകത്തുനിന്ന് ഒരു ഷോട്ട് പോലും സെൻസർ
ചെയ്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സെൻസർ കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ്, ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. ആടുജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും വിമർശിക്കാനും രംഗത്തു വന്നിരിക്കുകയാണ് ചില വിഷസർപ്പങ്ങൾ. ജെറുസലേമിൽ നിന്നുള്ള ഒരു വിഷജന്തുവിന്റെ ജൽപ്പനങ്ങൾ ഇങ്ങനെ. ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായോ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട്, നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്തുപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള കഥയാണെങ്കിലും സിനിമയാണെങ്കിലും കോടതിയാണെങ്കിലും നിയമമാണെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ സമുദായം തന്നെ.